ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ ഊട്ടി വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് ഡേൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഇൻ ഊട്ടിയാണ്. സെക്കൻഡ് ഡേ ഞങ്ങൾ ഫസ്റ്റ് പോയത് ബെഞ്ച് മാർക്ക് ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കായിരുന്നു. അപ്പം ഈ കാണുന്നതാണ് ചോക്ലേറ്റ് ഫാക്ടറീൻ്റെ കുറച്ച് സെക്ഷൻസ് കേട്ടോ. ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു. പിന്നെ മേലേക്ക് പോകുമ്പോൾ ടീ ഫാക്ടറിയാണ്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഒരു മങ്കിയൊക്കെ വന്നു. പിന്നെ അവിടെ നിന്ന് ആ വ്യൂ പോയിൻറ്റിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു അത്രയും ഉയരത്തിൽ നിന്ന് നോക്കുമ്പം താഴത്തെ കാഴ്ചകളൊക്കെ കാണാൻ. അങ്ങനെ ടീ ഫാക്ടറിയിലെത്തി. അവിടെ ഇങ്ങനെ അതിൻ്റെ ഇല നുള്ളിയിരിക്കുന്ന അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ മെഷീനറീസ് വരുന്നത്. കുറേ ഇങ്ങനെ ആ എടുത്ത ഇലകളൊക്കെ ഡ്രൈ ചെയ്ത് അതിങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതും പൊടിക്കുന്നത്, ഫിൽറ്റർ ചെയ്യുന്നത്, അങ്ങനെ കുറേ പ്രോസസ്സ് വരുന്നുണ്ട് അതിൽ. കാണാൻ കുറേ ഉണ്ടായിരുന്നു അവിടെ. അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുമുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടതേ അത് പൊടിച്ച് വന്ന് അത് ഫിൽറ്റർ ചെയ്യുന്നുണ്ട്, അത് ഉണക്കി, അങ്ങനെ കുറേ വരുന്നുണ്ട് അതിൻ്റെ പ്രോസസ്സുകൾ. പിന്നെ അവരവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അവരുടെ എസ്റ്റേറ്റ്, അവിടുന്ന് ഇല നുള്ളുന്നത്, അത് എങ്ങനെയാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ട് അവരവിടെ എൻ്റെ സാമ്പിൾ ടീയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ കുറേ സ്റ്റോർ യൂണിറ്റുകൾ വരുന്നുണ്ട്. അവിടെ തന്നെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റുകളും കാര്യങ്ങളും. മിന്നൂട്ടിക്ക് അതെല്ലാം കൂടെ കണ്ടപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇത് നേരെ പുറത്ത് വന്നപ്പോൾ അവർ രണ്ടാളും കൂടെ കളിയാണ്. പിന്നെ ഞങ്ങൾ എഗെയിൻ അവിടെ നിന്ന് വാങ്ങിയ ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് എഗെയിൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ വരുന്നത് റോസ് ഗാർഡനാണ്. അങ്ങനെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അകത്ത് കയറുന്നതിന് മുന്നേ ആയിട്ട് മിന്നൂട്ടിക്ക് ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഊതുമ്പം മേലിലേക്ക് ഇങ്ങനെ വീർത്ത് വരുന്നൊരു സംഭവം അതും വാങ്ങിക്കൊടുത്തു. പിന്നെ പറയണ്ടല്ലോ, അതും പിടിച്ചുകൊണ്ടായിരുന്നു നടപ്പ് മുഴുവൻ. അത് പിടിച്ചുകൊണ്ട് നടന്നാലും കുഴപ്പമില്ല, അത് ഈ ഊതിക്കൊണ്ട് നടക്കും. അതാണെങ്കിൽ ചെവി തുളഞ്ഞു പോകുന്നൊരു സൗണ്ടും. പിന്നെ അവിടെ നടന്ന് കാണാൻ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സീസൺ അല്ലാത്തതുകൊണ്ട് റോസസ് കുറവായിരുന്നു. ആദ്യം കുറവായിരുന്നു. പിന്നെ അങ്ങ് ചെല്ലുമ്പോൾ കുറേ ടൈപ്പ്, എന്തോരം വെറൈറ്റീസ് ഓഫ് റോസസാണ്. ശരിക്കും നമ്മൾ അതിശയിച്ച് പോകും അതെല്ലാം കണ്ടു കഴിയുമ്പം. മോറോവർ അവർ കീപ്പ് ചെയ്തിരിക്കുന്നതാണ്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാം. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. കുറേ നടക്കാനുണ്ടായിരുന്നു. ആ ലോണിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ പോയത് ഒരു ഹോഴ്സ് റൈഡിനായിരുന്നു. ഇതായിരുന്നു നമ്മൾ ചൂസ് ചെയ്ത ഹോഴ്സ്. അലക്സ് എന്നാണ് ആളുടെ പേര്. അങ്ങനെ ഞങ്ങൾ അലക്സിൻ്റെ പുറത്തിരുന്നിട്ട് ഒരു റൗണ്ട് അടിച്ചു. മിന്നൂട്ടിക്ക് ഒരു പേടിയും ഇല്ലായിരുന്നു. അവൾ ഭയങ്കര കൂളായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് റിട്ടേൺ പോരുകയാണ് ചെയ്തത്. അവിടുന്ന് തിരിച്ച് ബാംഗ്ലൂരിൽ എത്തണമല്ലോ. സോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, ഒരു ഈവനിങ്ങിൽ ഇറങ്ങി. റിട്ടേൺ വരുന്ന വഴിക്ക് ജസ്റ്റ് പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെയൊക്കെ നിർത്തി. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തില്ല. പിന്നെ വേഗം പോന്നു. ഞങ്ങൾ പോരുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. അങ്ങനെ ഞങ്ങളുടെ അടിപൊളി ട്രിപ്പ് അതുകൊണ്ട് അവസാനിച്ചു.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. വീഡിയോസ് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ടാറ്റാ.